മറ്റൊരു വാർത്ത, ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കണമെന്ന് അജിത് പവാർ പക്ഷം. കേരള നിയമസഭയിലെ NCP MLA-മാർക്ക് നോട്ടീസ് നൽകുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. കേരളത്തിൽ 2 വിഭാഗത്തിനും LDF-നൊപ്പം പോകാൻ കഴിയുമെന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. എന്നാൽ രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നാഗാലാൻഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഉത്തരവ് ശരിയായി വായിക്കാത്തവരാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക NCP വിഭാഗം എന്നത് ശരത് പവാറിന്റെ വിഭാഗത്തിന് നൽകിയത് ആ ഒരു അംഗീകാരവും ചിഹ്നവുമെല്ലാം. അപ്പോൾ ഇവിടെ അത് ഏത് തരത്തിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മറ്റേ അജിത് പവാർ വിഭാഗത്തിലെ പക്ഷം പറയുന്നത്. അനുജ, ഈ NCP ദേശീയ തലത്തിൽ പിളർന്നപ്പോൾ അല്ലെങ്കിൽ അജിത് പവാർ ഒരു വിഭാഗം MLA-മാരുമായി പുറത്തു പോവുകയും പിന്നീട് ആ വിഭാഗത്തെ, അജിത് പവാറിന്റെ വിഭാഗത്തെ ഔദ്യോഗികമായി NCP ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം എന്നുള്ളത് ശരത് പവാർ വിഭാഗമാണെങ്കിൽ പോലും ആ വിഭാഗം ഒന്നുകിൽ അജിത് പവാറിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ വെടിയണം, MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കണം എന്ന ആവശ്യവുമായി കേരളത്തിലെ അജിത് പവാറിനൊപ്പം നിൽക്കുന്ന വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. NCP അജിത് പവാർ പക്ഷ നേതാവ് NA മുഹമ്മദ് കുട്ടിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ NCP ഔദ്യോഗിക വിഭാഗം എന്ന മുൻ അജിത് പവാർ വിഭാഗത്തോട് ഒപ്പം പോകണമെന്നുമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ ഇത്തരത്തിൽ രാജിവെച്ച ശേഷമാണ് പാർട്ടിക്ക് എതിരായി സംസാരിക്കേണ്ടത് എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. NCP ഓരോ സംസ്ഥാനത്തും അതത് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിന് NCPക്ക് തടസ്സമില്ല, അജിത് പവാർ വിഭാഗത്തിന് തടസ്സമില്ല എന്നുമാണ് ഈ അജിത് പവാർ വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് മന്ത്രി AK ശശീന്ദ്രൻ നൽകുന്ന മറുപടി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് എന്നുള്ളത് 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുക. അത് പ്രധാനമായും നാഗാലാൻഡ്, ഒപ്പം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് ബാധകമാവുക എന്നുള്ളതാണ്. തങ്ങൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഈ NCP അജിത് പവാർ വിഭാഗം അത്തരത്തിൽ തങ്ങൾ രാജിവെക്കാം, എന്നാൽ അതിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുഴുവൻ MLA-മാരും രാജിവെക്കേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. ശരി, അതാണ് ഇപ്പോൾ രാജി ആവശ്യം മന്ത്രി AK ശശീന്ദ്രൻ തള്ളുന്നു. അജിത് പവാർ വിഭാഗത്തിന്റെ ആവശ്യമാണ് ഇവർ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത്. എന്നാൽ അതിന് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട്.